കഴിഞ്ഞ ദിവസം ഒരു 16 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന് പോക്സോ നിയമപ്രകാരം അറസ്റ്റിലായ ഒരാളെ നേരത്തെയും പലർക്കും പരിചയമുണ്ടാകും. നാടക നടനായിരുന്ന ഓട്ടോക്കാരൻ കണ്ണൂർ രാമന്തലിക്കാരനായ ഉണ്ണികൃഷ്ണൻ എന്ന 66 വയസ്സുള്ള ആളാണ് പോക്സോ കേസിൽ അറസ്റ്റിലായത്. ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് ഇയാളുടെ ഭാര്യയും മകനും മകന്റെ 2 പിഞ്ച് കുഞ്ഞുങ്ങളും മരണപ്പെടുന്നത്. ദമ്പതികൾ തമ്മിലുള്ള വഴക്ക് കാരണം ഭാര്യയുമായി പിരിഞ്ഞു താമസിക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണന്റെ മകൻ കലാധരൻ. അപ്പോഴാണ് ഇയാളുടെ കൂടെ കഴിയുന്ന മക്കളെ ഭാര്യയ്ക്ക് കൈമാറാൻ കോടതിയുടെ വിധി വരുന്നത്. എന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 2 കുഞ്ഞുങ്ങളെയും കൊന്ന് കലാധരൻ എന്ന യുവാവും അയാളുടെ അമ്മയും കൂടി സ്വയം ജീവനൊടുക്കുകയായിരുന്നു. സ്വന്തം കുടുംബത്തിൽ ഇതുപോലൊരു മഹാദുരന്തം സംഭവിക്കുന്നു. മകനും ഭാര്യയും ഇല്ലാതാകുന്നു. ആ ദുരന്തത്തിന്റെ നടുക്കം മാറാതിരിക്കുന്ന അവസരത്തിലാണ് ഇയാൾ പോക്സോ കേസിൽ അറസ്റ്റിലാകുന്നത്. ഇയാളെക്കുറിച്ച് വേറെയും പരാതികൾ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. കുടുംബക്കാർ ജീവൻ ഒടുക്കിയതിലും ഉണ്ണികൃഷ്ണന് പങ്കുണ്ടെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2025 ഡിസംബറിലാണ് പാലിൽ വിഷം കലർത്തി കൊടുത്ത് കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കിയ ശേഷം കലാധരനും അമ്മ ഉഷയും ജീവനൊടുക്കുന്നത്. കലാധരൻ എഴുതിവെച്ച അവസാനത്തെ കുറിപ്പിൽ തങ്ങളുടെ മരണത്തിന് കാരണം തന്റെ ഭാര്യ ആണെന്ന് കൃത്യമായി എഴുതിയിരുന്നു. ഭാര്യയുടെ അമ്മക്കും സഹോദരനെതിരെയും ചില പരാമർശങ്ങൾ ഇയാൾ എഴുതിവെച്ച കുറിപ്പിലുണ്ടായിരുന്നു. കലാധരനും ഭാര്യയും തമ്മിൽ ചില തർക്കങ്ങളെ തുടർന്ന് അകന്നാണ് കഴിഞ്ഞിരുന്നത്. ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളും കുഞ്ഞുങ്ങളുടെ കസ്റ്റഡിയെ ചൊല്ലിയുള്ള തർക്കങ്ങളും നിലനിൽക്കുകയും കോടതിയിൽ കേസ് നടന്നു വരികയുമായിരുന്നു. ഇതിനിടയിൽ കുഞ്ഞുങ്ങളുടെ കസ്റ്റഡി കലാധരന്റെ ഭാര്യയ്ക്ക് നൽകണമെന്ന വിധി വന്നതോടെ അത് ഉൾക്കൊള്ളാൻ കലാധരന് കഴിഞ്ഞിരുന്നുമില്ല. എന്നാൽ ഇതിന്റെ പിന്നാമ്പുറ കഥകളിലേക്ക് കടക്കുമ്പോൾ അവിടെയും ഉണ്ണികൃഷ്ണൻ എന്ന നരാധമൻ വില്ലനായി നിൽക്കുകയാണ്. കലാധരന്റെ 5 വയസ്സ് മാത്രം പ്രായമുള്ള മൂത്ത പെൺകുഞ്ഞിന്റെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം പരിക്കുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് കലാധരന്റെ ഭാര്യ ഇത് കുഞ്ഞിനോട് ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. 5 വയസ്സുള്ള പെൺകുഞ്ഞിനെയും 2 വയസ്സുള്ള ആൺകുഞ്ഞിനെയും സ്ഥിരമായി ഉണ്ണികൃഷ്ണന്റെയും ഭാര്യ ഉഷയുടെയും കൂടെയാണ് നിർബന്ധിച്ച് രാത്രികാലങ്ങളിൽ കിടത്തിയിരുന്നെന്നും പറഞ്ഞു. അച്ഛനും അമ്മയും പറയുന്നത് മാത്രം കേട്ടിരുന്ന കലാധരൻ ഒരിക്കലും ഭാര്യ പറയുന്ന ഒരു കാര്യവും കേട്ടിരുന്നുമില്ല. പെൺകുഞ്ഞിനെ ഭർത്താവിന്റെ പിതാവായ ഉണ്ണികൃഷ്ണൻ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് കാണിച്ച് പോലീസിൽ ഭാര്യ പരാതി നൽകിയിരുന്നു. ഇത് കലാധരന്റെയും കുടുംബത്തിന്റെയും എതിർപ്പിന് ഇടയായി. എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നു, കുടുംബത്തെ തകർക്കുകയാണ് തന്റെ ഭാര്യ എന്ന് കലാധരൻ തന്റെ കുടുംബക്കാരോട് സ്ഥിരമായി പരാതിപ്പെടുകയും ചെയ്തു. മകന്റെ ഭാര്യയ്ക്ക് ഭ്രാന്താണെന്നും കുടുംബം നശിപ്പിക്കാൻ സ്ഥിരമായി ശ്രമിക്കുകയാണെന്നും നാട് മുഴുവൻ ഉണ്ണികൃഷ്ണനും പറഞ്ഞു നടന്നു. നാടക നടനും ഓട്ടോക്കാരനുമായ ഉണ്ണികൃഷ്ണനെ ഒരുപാട് സുഹൃത്തുക്കളും ആ നാട്ടിലുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പറയുന്നത് കേട്ട് വിശ്വസിച്ച കുടുംബക്കാരും നാട്ടുകാരും കലാധരന്റെ ഭാര്യയെ കുറ്റപ്പെടുത്തുകയായിരുന്നു. ആ 4 പേരുടെ മരണത്തിന് ശേഷം കലാധരന്റെ ഭാര്യയ്ക്കെതിരെ വലിയ ജനരോഷമാണ് ഉയർന്നു വന്നത്. എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറുകയാണ്. 2026 ജൂലൈ 19 ഉണ്ണികൃഷ്ണൻ ഹോട്ടലിൽ ചായ കുടിക്കാൻ ചെന്നപ്പോൾ പരിചയപ്പെട്ട 16 വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ മകനോളം പോലും പ്രായമില്ലാത്ത ഒരു വിദ്യാർത്ഥിയെ ഓട്ടോയിൽ കയറ്റി വീട്ടിൽ കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞ് സ്വന്തം വീട്ടിൽ എത്തിച്ച് ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമം നടത്തുകയായിരുന്നു. പേടിച്ചുപോയി ആ കുട്ടി പുറത്തേക്കിറങ്ങി ഓടി പരിസരവാസികളോട് കാര്യം പറഞ്ഞു. അങ്ങനെയാണ് മറ്റൊരു പോക്സോ കേസ് കൂടി ഉണ്ണികൃഷ്ണനിൽ ചാർത്തപ്പെടുന്നത്. 1 വർഷം മുമ്പ് മറ്റൊരു പ്രായപൂർത്തിയാകാത്ത പെൺകുഞ്ഞിനെ പീഡിപ്പിച്ച കേസിൽ ഇയാൾ ജാമ്യത്തിലാണെന്നും പോലീസ് പറയുന്നു. അങ്ങനെ ഒന്നിലധികം പോക്സോ കേസുകൾ സ്വന്തമായുള്ളൊരു കക്ഷിയാണ് ഈ ഉണ്ണികൃഷ്ണൻ. സ്വന്തം മകളോട് തന്റെ അച്ഛൻ ക്രൂരത ചെയ്തിട്ടും കലാധരനത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. ഭാര്യയോടുള്ള അന്ധമായ വിരോധം മാത്രമാണ് കലാധരന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നത്. വാശിയും വൈരാഗ്യവും ഒക്കെ മാറ്റിവെച്ചിട്ട് സ്വന്തം പങ്കാളി പറയുന്നത് വിശദമായി ഒന്ന് കേട്ടിരുന്നുവെങ്കിൽ 4 ജീവനുകൾ അന്ന് നഷ്ടപ്പെടില്ലായിരുന്നു. പോക്സോ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി നടക്കുന്ന ഉണ്ണികൃഷ്ണനെ പോലെയുള്ളവർ ഈ നാടിന് തന്നെ ആപത്താണ്. പോക്സോ കേസ് നിയമങ്ങൾ ശക്തമാക്കി കുറ്റമറ്റതാക്കി ഇത്തരക്കാരെ ആജീവനാന്തം ജയിലിൽ ഇടുകയാണ് വേണ്ടത്.